വേട്ടയാടുന്ന ശാപത്തിൽ നിന്നും മോചനം നേടാൻ ഭഗവാന്റെ ആഭരണങ്ങളല്ലേ നിനക്ക് വേണ്ടത്? ആ അത് ശരിയാ. പക്ഷെ ഈ കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആരാ നിങ്ങള്? അതൊന്നും നീ അറിയണ്ടെന്നല്ലേ പറഞ്ഞത്. നിനക്ക് വേണ്ട ആഭരണങ്ങൾ എന്റെ അടുത്ത് തന്നെയുണ്ട്. നീ കണ്ടെടുത്ത ആ കോടിക്കണക്കിന് സമ്പത്ത് നീ എനിക്ക് തരികയാണെങ്കിൽ ഭഗവാന്റെ ആഭരണങ്ങൾ നിനക്ക് കിട്ടും. എന്താ ഒന്നും മിണ്ടാത്തെ? നിനക്ക് ശാപവിമോചനമാണോ വേണ്ടത്, അതോ ആ സമ്പത്താണോ വേണ്ടത്? അതെ, അത് ശരിയാ. അതെല്ലാം നിങ്ങൾക്ക് തരണമെന്ന് പറയാൻ അത് മുഴുവൻ എനിക്ക് മാത്രം അവകാശപ്പെട്ട സ്വത്തല്ല. അതാ ഞാനിങ്ങനെ ആലോചിച്ചത്. അത് നിന്റെ മാത്രമാണോ നാട്ടുകാരുടെ വല്ലോ ആണോ എന്നൊന്നും എനിക്കറിയണ്ട. പക്ഷേ നീ അതെനിക്ക് തന്നില്ലെങ്കിൽ എല്ലാവരെക്കാളും നഷ്ടം നിനക്കാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്താന്ന് പറയട്ടെ, ആ ശാപത്തിന് ആദ്യം ഇരയാകാൻ പോകുന്നത് നിന്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് ഇതിനെ സമ്മതിപ്പിക്കോ അതോ ആരോടും ഒന്നും പറയാതിരിക്കണോ എന്നുള്ളത് നിന്റെ മാത്രം പ്രശ്നം. അത് ഞാൻ നോക്കിക്കോളാം. എല്ലാരും ഞാൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തോളാം. അതിന് കുറച്ച് സമയം വേണം. ഒരു ദിവസം മതിയോ അതോ കൂടുതൽ ദിവസങ്ങൾ വേണോ? എടുത്തോ. പക്ഷെ ആ സമ്പത്ത് എനിക്ക് തന്നാലേ നിനക്ക് നിന്റെ കുഞ്ഞിനെ കിട്ടുള്ളൂ. അതോർത്തോ. അത് ഞാൻ വീണ്ടും വിളിക്കും. ആ പാള കിട്ടി. ദേവേട്ട, എന്തൊരു ബുദ്ധി ദേവേട്ടന്. ഇതൊരു തുടക്കമായിട്ടുള്ളൂ വൈദേഹി. ഇനി ഇതാരാണെന്നാ കണ്ടുപിടിക്കേണ്ടത്. ഭഗവാന്റെ ആഭരണങ്ങൾ എങ്ങനെയെങ്കിലും കൈക്കലാക്കിയേ മതിയാകൂ. ആരോ ഇതിന് പിന്നിലുണ്ടെന്നുള്ള കാര്യം മനസ്സിലായല്ലേ ദേവേട്ട? പക്ഷേ അത് ആരാന്നെങ്ങനെ കണ്ടുപിടിക്കും? അതിനെക്കുറിച്ച് ഇപ്പൊ എനിക്കൊന്നും അറിയില്ല. പക്ഷെ കണ്ടുപിടിക്കണം. അതിന് വഴിയുണ്ട്. ഹലോ ദേവ. ഹലോ, ഇൻസ്പെക്ടർ ഹരികൃഷ്ണൻ അല്ലേ? ഞാൻ ദേവനാ സംസാരിക്കുന്നേ. പറയൂ ദേവ. സാറേ, എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. പറഞ്ഞോളൂ ദേവ. ഇപ്പോ എന്റെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ വന്നിരുന്നു. അത് ആരുടെ നമ്പറാണെന്നും ഏത് ലൊക്കേഷനാണെന്നും അത്യാവശ്യമായിട്ടൊന്ന് അറിയണമായിരുന്നു. എന്താ ദേവ പ്രശ്നം? ഒരു കംപ്ലൈന്റ് തന്നാ ഓഫീഷ്യലി ട്രാക്ക് ചെയ്ത് ആക്ഷൻ എടുക്കാൻ പറ്റും. അയ്യോ, അതൊന്നും വേണ്ട. അതല്ല, പോലീസ് ഇൻവോൾവ് ആവുന്നുണ്ടെന്ന് അറിഞ്ഞാ ഈ പ്രശ്നം കൂടുതൽ വഷളാവുകയുള്ളൂ. അൺഒഫീഷ്യലായിട്ടൊന്ന് ട്രാക്ക് ചെയ്ത് തന്നാ മതി. സാർ ഞങ്ങളുടെ ഫാമിലിയോട് ചെയ്യുന്നൊരു വലിയ ഉപകാരമായിരിക്കും അത്. ഓക്കെ ദേവ, കാലത്ത് തന്നെ ഇൻഫർമേഷൻ ഞാൻ എത്തിച്ചു തന്നോളാം. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ. നാളെ കാലത്ത് വരെ നമ്മളൊന്ന് ക്ഷമിച്ചേ മതിയാകൂ. മോഷ്ടിച്ചത് ആരാണെങ്കിലും അവര് തന്നെ ആഭരണങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കണം. ഇനി നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. നമുക്ക് ആ ശാപത്തിൽ നിന്ന് മോചനം കിട്ടുകയും ചെയ്യും. നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ദേവനോട് സംസാരിച്ച ശേഷം ആ സിം ഞാൻ ഫോണിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വേറൊരു സിമ്മിലാ ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. അവന് നല്ല പേടി തട്ടിയിട്ടുണ്ട്. അതവന്റെ ശബ്ദത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടക്കും. എന്തൊക്കെ സംഭവിച്ചാലും അത് നടന്നിരിക്കണം. ആ സമ്പത്ത് മുഴുവൻ നമ്മുടെ കയ്യിലെത്തുന്നവരെ വളരെയേറെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇത് ചെയ്യുന്നത് നമ്മളാണെന്ന കാര്യം ആരും അറിയരുത്. ചെറിയൊരു പിഴവ് പോലും സംഭവിച്ച ഇപ്പോഴുള്ള അവസ്ഥയെക്കാളും അതിദാരുണായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ. അതൊക്കെ എനിക്കും അറിയാലോ. ഇത്രയും കാലം ഞാൻ മാറി നിന്നത് ഇങ്ങനൊരു അവസരം ഒത്തുകിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു. കിട്ടിയ അവസരം ഞാൻ പാഴാക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് ഞാൻ നോക്കിക്കോളാം. എന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തെറ്റും സംഭവിക്കില്ല. നീ എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കിയാ മതി. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കും. ആ ശാപം എപ്പോ ആരെ ബലി കഴിക്കുമെന്ന് അറിയാതെ കുടുംബം മൊത്തം വിറച്ചിരിക്കുക. അടുത്തൊരു തലമുറ ഇല്ലെന്നറിഞ്ഞ സ്ഥിതിക്ക് കോടികൾ വെച്ച് അവര് എന്ത് പുഴുങ്ങി തിന്നാനാ? ആ സമ്പത്തിനെയൊക്കെ കാളും ഇപ്പോ വൈദേഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞാണ് അവർക്ക് പ്രധാനം. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് എന്തായാലും അവർ ചെയ്തിരിക്കും.
ഇരിക്കാൻ പറഞ്ഞാ ഇരിക്കും, നിക്കാൻ പറഞ്ഞാ നിക്കും. ഇത്രയും കാലവും നമ്മളെ അപമാനിച്ചതിന് നമുക്കുണ്ടായ കഷ്ടപ്പാടുകൾക്ക് ഇപ്പോഴാണ് തിരിച്ചടി കിട്ടാൻ പോകുന്നത്. അന്നൊരു വഴക്കിൽ ഞാൻ ഇറങ്ങിപ്പോന്നെങ്കിലും നീ അവിടെ തന്നെ നിന്നത് നന്നായി. വിചാരിച്ചത് നടത്തിക്കാതെ ഞാൻ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഈ വീട്ടിൽ എനിക്ക് ഒരു വിലയും ഇല്ലെങ്കിലും എത്രയൊക്കെ അവമാനിച്ചെങ്കിലും ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ ഞാൻ അതെല്ലാം സഹിച്ച് ഒരു അടിമയായിട്ട് ഇത്രയും കാലം കഴിഞ്ഞത്. ഇനി ഞാനാണ് ഇവിടുത്തെ രാജാവ്. അവരെയെല്ലാം ഞാൻ എന്റെ അടിമകളാക്കും. അതേടാ, അതാണ് എനിക്കും വേണ്ടത്. എന്റെ മകൻ രാജാവാകണം. എന്നാൽ മാത്രമേ ഞാൻ ഇനി ആ വീട്ടിൽ കാലുകുത്തൂ. പക്ഷെ ഒരു കാര്യം നീ മറക്കരുത്. പറയാമേ. സമ്പത്ത് നിന്റെ കയ്യിൽ വച്ചു തന്നെന്ന് കരുതി ആ ആഭരണങ്ങൾ നീ അവർക്ക് തിരികെ കൊടുത്തേക്കരുത്. അതെന്താണമ്മേ? അത് കൊടുത്താലല്ല അവര് ബാക്കിയുള്ളത് നമുക്ക് തരൂ. കൊടുക്കണം, പക്ഷെ അതൊന്നും പ്രയോജനപ്പെടരുത്. സമ്പത്തെല്ലാം അവർക്ക് നഷ്ടപ്പെടുന്നതിനോടൊപ്പം മഹാദേവന്റെ ആഭരണങ്ങളും കിട്ടാതാകുമ്പോ ശാപം ആ കുടുംബത്തെ മണ്ണോട് മണ്ണാക്കും. അവിടെ ഇനിയൊരു തലമുറ ജനിക്കരുത്. എന്നാലേ രാജ്യവും ഭരണവും നിനക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ തന്നെ സംഭവിക്കാനല്ല ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത്. പക്ഷെ ദേവൻ സമ്പത്ത് മുഴുവൻ തരാന്ന് തീരുമാനിച്ചത് ആ ആഭരണങ്ങൾക്ക് വേണ്ടിയാ. അത് കൊടുക്കാതെ അവൻ നമുക്കൊന്നും തരാൻ പോകുന്നില്ല. ഇതിനൊരു പോംവഴി കണ്ടെത്തണം. അത് ഞാൻ നോക്കിക്കോളാടാ. നീ അവിടുത്തെ അവസ്ഥ എന്താന്ന് അപ്പപ്പോ എന്നെ വിളിച്ചറിയിച്ചിരിക്കണം. അതനുസരിച്ചാണ് ഞാൻ ദേവന് ഫോൺ ചെയ്യാൻ പോകുന്നത്. ശരിയമ്മ. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം മറന്നു കളയരുത്. ദേവനോട് സംസാരിക്കാൻ മാത്രമേ ആ സിം ഉപയോഗിക്കാൻ പാടുള്ളൂ. സംസാരിച്ചു കഴിഞ്ഞത് അതെടുത്ത് മാറ്റണം. ഇതൊക്കെ എനിക്ക് അറിഞ്ഞുകൂടേടാ. ഇനി തെറ്റ് സംഭവിക്കില്ല വരുൺ. എന്നാ ശരി, വെക്കട്ടെ. ദേവാ, നീയും നിന്റെ കുടുംബവും തകർന്നടിയാൻ പോവാ. എടാ മോനെ, ഗർഭം അലസിപ്പിക്കാനുള്ള മരുന്നുണ്ടോ? ഉണ്ടല്ലോ, പക്ഷെ അത് തരണമെങ്കിൽ ഡോക്ടറുടെ ചീട്ട് വേണം. അയ്യോ, ചീട്ടൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പം മരുന്നും കിട്ടില്ല. അങ്ങനെ പറയല്ല മോനെ. ആശുപത്രി പോവാനൊന്നും കാശില്ല. അതുപോലെ ആ കുഞ്ഞു ജനിച്ചാലും ഒത്തിരി പ്രശ്നാ. അതുകൊണ്ടാ അതിനെ വേണ്ടാന്ന് വെക്കാന്ന് വെച്ചത്. ആ മരുന്ന് തന്ന വലിയ ഉപകാരമായിരിക്കും. പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയിലാ ഞങ്ങള്. നിനക്ക് എന്റെ കയ്യിലുള്ള കാശെല്ലാം തന്നേക്കാം. ഇന്നാ. ഇത് വെച്ചോ. ഇതെല്ലാം എടുത്തോ. എന്നാ ശരി, ഞാൻ എടുത്തോണ്ട് വരാം. ആയിക്കോട്ടെ. നിങ്ങൾ ചോദിച്ച മരുന്ന് ഇതുകൊണ്ട് കാര്യം നടക്കുമല്ലോ അല്ലേ? അതിന് യാതൊരു സംശയവും വേണ്ട. ഈ മരുന്ന് കഴിച്ച ഉടനെ വയറ്റിലുള്ളതെല്ലാം പുറത്തു വന്നോളൂ. പക്ഷേ ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഡോക്ടറുടെ ചീട്ടില്ലാതെ ആർക്കും കൊടുക്കാറില്ല. എന്നിട്ടും ഒരു ഡോക്ടറെ കാണാനുള്ള അവസ്ഥയില്ലാന്ന് പറഞ്ഞോണ്ടാ റിസ്ക് എടുത്ത് നിങ്ങൾക്ക് ഈ മരുന്ന് ഞാൻ തരുന്നത്. നാണക്കേട് കൊണ്ട് പുറത്തു പറയാൻ മേല. എന്താന്നാ പറയാ, എന്റെ കൊച്ചുമോള് കല്യാണം കഴിക്കാതെയാ ഗർഭിണിയായത്. എല്ലാം എന്റെ തലയിലെഴുത്ത എന്ത് ചെയ്യാനാ? ഇതാ പിടിച്ചോ, കൊണ്ടുപോയിക്കോ. വൈദേഹി, അമ്മയ്ക്ക് ഇത്തിരി പാലെടുത്തോണ്ട് വാ. ആ വൈദേഹി, അമ്മയ്ക്ക് പാലെടുത്തോണ്ട് വാ. വാ, എന്തെടുക്കോ അവിടെ? ഇപ്പൊ കൊണ്ടുവരും മോളെ. ഹായ്, വൈദേഹി വന്നു, വൈദേഹി വന്നു. വാ വാ, ഇവിടെ ഇരിക്കെ. അമ്മേ, ദാ പാല് കുടിച്ചേ. വേണ്ട,
നീ കുടിച്ചോ. അമ്മേ, അമ്മ നല്ല കുട്ടിയല്ലേ? നീയല്ലേ നല്ല കുട്ടി, നീ കുടിച്ചോ. ഈ പാല് നിനക്ക് കുടിക്കാനുള്ളതല്ലേ? കുടിക്ക്. എപ്പോഴും ഞാൻ തന്നെ കുടിക്കണോ? വൈദേഹി കുടിച്ചാ മതി. നീ കുടിക്ക് വൈദേഹി, കുടിക്ക്. ശാന്തി, വേണ്ട മോളെ, നീ കുടിക്ക് കുടിക്ക്. എന്താ വേണ്ടത്? വൈദേഹി കുടിച്ചാലേ ഞാനും കുടിക്കൂ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട. നീ കുടിക്ക് വൈദേഹി, കുടിക്ക്. ശാന്തി, പറയുന്ന കേക്ക്. അമ്മ ഇതെനിക്ക് സ്നേഹത്തോടെ തരുന്നതല്ലേ എന്തോമ്മേ? ഇത് അമൃതന് തുല്യ. എന്റെ കുഞ്ഞിനും അത് നല്ലത് തന്നെയാ. കുഞ്ഞോ? ഏത് കുഞ്ഞ്? എവിടെ കുഞ്ഞ്? കുഞ്ഞെവിടെ? ഞാൻ അമ്മയാവാൻ പോവാ അമ്മേ. ഹായ്, അമ്മയാവാൻ പോകുന്നെന്ന്. അമ്മയാവാൻ പോവാ. അപ്പൊ വൈദേഹിയുടെ വയറ്റില് കുഞ്ഞു വാവയുണ്ടോ? ആണോ മോളെ? എന്റെ മോള് അമ്മയാവാൻ പോവാ. വൈദേഹി അമ്മ. അതെ ശാന്തി, നിന്റെ മോളൊരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവാ. എന്റെ വൈദേഹി അമ്മയാവാൻ പോകുന്നു. ഉമ്മ. വൈദേഹിയുടെ വയറ്റില് കുഞ്ഞു വാവയുണ്ട്. കുഞ്ഞു വാവ. ശരിയാണ്. വൈദേഹി നിന്റെ വയറ്റിനകത്ത് വാവയുണ്ട്. ശരിയാണമ്മേ. വൈദേഹിയുടെ വയറ്റില് കുഞ്ഞു വാവയുണ്ട്. കുഞ്ഞു വാവയല്ലേ? അയ്യോ, കുഞ്ഞു വാവയല്ലേ? നീ ഇനി ഒരു ജോലിയും ചെയ്യരുത്. ഈ കുഞ്ഞു വാവയെ ഞാൻ നോക്കിക്കോളാം. നിന്നെയും ഞാൻ തന്നെ നോക്കിക്കോളാം. കേട്ടോ വൈദേഹി? എനിക്ക് തരുവോ? ശരി അമ്മേ. ദേവേട്ടാ, വൈദേഹി, എനിക്ക് അമ്മയെ കുഞ്ഞു കണ്ടോ? വാവയെ തരാന്ന്. എന്തൊരു മാറ്റം നോക്കി. നോക്കിക്കോളാട്ടോ. അതെ വൈദേഹി, ഓ വാവേ. അമ്മായിക്കിപ്പോ ഒത്തിരി മാറ്റമുണ്ട്. നമ്മൾ പറയുന്നത് പലതും മനസ്സിലാവുന്നുണ്ട്. ചികിത്സയ്ക്ക് ഫലമുണ്ടല്ലേ മോനെ? എന്റെ മോള് വീണ്ടും പഴയ പോലെ ആകുമെന്ന് എനിക്ക് വിശ്വാസം വന്നു തുടങ്ങി. കുഞ്ഞുവാവയെ ഞാൻ നോക്കിക്കൊള്ളാട്ടോ. കുഞ്ഞുവാവേ ഇവളുടെ വയറ്റില്. കുഞ്ഞുവാവ. എന്റെ കുഞ്ഞ് ജനിക്കുമ്പോഴേക്കും അമ്മയുടെ എല്ലാ അസുഖവും മാറണോ എന്തോമ്മേ? ആ, സുഖായിക്കോളും സുഖായിക്കോളും. എനിക്ക് പെട്ടെന്ന് സുഖായിക്കോളും. അമ്മയുടെ കൈകൊണ്ട് വേണം ഓ, വാവയ്ക്ക് തേനും വയമ്പും കൊടുക്കാൻ. ഞാൻ കൊടുക്കാം. ഞാൻ തന്നെ കൊടുക്കും. നീ കൊടുക്കല്ലേ വൈദേഹി? വേറെ ആരും കൊടുക്കരുത്, കേട്ടല്ലോ? നീ കൊടുക്കരുത്, ഞാൻ കൊടുത്തോളാം. ശാന്തമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കും. നിന്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ടെന്ന് അറിഞ്ഞതും ശാന്തമ്മയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അതുപോലെ ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ ശാന്തമ്മയുടെ എല്ലാ അസുഖങ്ങളും മാറും. ഇന്നാലേ ആദ്യം ഈ പാല് കുടിച്ചേ. എനിക്ക് വേണ്ട. അമ്മ ഈ പാല് കുടിച്ചാലല്ലേ നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് ഒത്തിരി സന്തോഷാവുള്ളൂ. നോക്കിക്കേ, വയറ്റിന്ന് കുഞ്ഞുവാവ അമ്മുമ്മയെ പാല് കുടിക്കുന്നു പറയുന്നു. അതെയോ? കുഞ്ഞുവാവ പറഞ്ഞോ? ആ, എന്നാ ഞാൻ കുടിക്കാം. കുഞ്ഞാവേ, ഞാൻ പാല് കുടിക്കാട്ടോ. കുടിച്ചോ കുടിച്ചോ. ഈ ടാബ്ലറ്റ് പാലിൽ ചേർത്ത് കൊടുത്താ മതി. വയറ്റിൽ കിടക്കുന്നത് കലങ്ങിക്കൊള്ളും. ഇതറിയാതെ നിങ്ങളിൽ ആരെങ്കിലും കുടിച്ചാ നിങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ അല്ലേ? എന്നുവെച്ചാ അന്ന് വൈദേഹി വിഷം കഴിപ്പിക്കാൻ പോയ ചന്ദ്രിക അത് സ്വയം കഴിക്കേണ്ടി വന്നില്ലേ? ഇപ്രാവശ്യം അങ്ങനെ വല്ലതും സംഭവിച്ചാ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാ. അങ്ങനെയൊന്നും നീ ചിന്തിക്കണ്ട. നമ്മളെ യാതൊരു വിധത്തിലും സംശയിക്കാതിരിക്കാൻ വേണ്ടിയാ ഇപ്രാവശ്യം ദേവന്റെ കൈകൊണ്ട് പാല് കൊടുക്കാൻ തീരുമാനിച്ചത്. ദേവൻ എന്തിനു കൊടുക്കണം? അപ്പോഴാണ് നമ്മളെ കൂടുതൽ സംശയിക്കുക. ദേവൻ കുങ്കുമപ്പൂയിട്ട് കൊടുക്കും. ആ കുങ്കുമപ്പൂവില് ഈ ടാബ്ലറ്റിന്റെ പൊടി കലർന്നിട്ടുണ്ടാവും. നിറം ഒരുപോലെ ആയതുകൊണ്ട് ടാബ്ലറ്റ് ആണെന്ന് സംശയിക്കില്ല. നമ്മളാണെന്ന് അവര് ചിന്തിക്ക പോലും ഇല്ല. അങ്ങനെയാണെങ്കിൽ കുങ്കുമപ്പൂ ഉടനെ ഈ വീട്ടിൽ എത്തിക്കണം. അതെവിടെയാന്ന് വെച്ചാ നീ തന്നെ വാങ്ങിച്ചിട്ട് വാ. ഇന്നലത്തെ കൂടി നീ വീട്ടിലെ എല്ലാവർക്കും വില്ലത്തി ആയിരിക്കാം. കുഞ്ഞിനെ നല്ല നിറം വരാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് കുങ്കുമപ്പൂ കൊണ്ട് കൊടുത്താ നിന്നോടുള്ള ബാഡ് ഇംപ്രഷൻ ഒക്കെ പോയി കിട്ടിക്കോളും. നമ്മുടെ പണിയും നടക്കും. നീ എന്ത് പറയുന്നു? നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. സുഖമായിരിക്കുന്നോ? സുഖായിരിക്കുന്നു.
വൈദേഹി, ദേ നിന്റെ അച്ഛൻ വന്നിരിക്കുന്നു. നമസ്കാരം. നമസ്കാരം. അല്ല, ഇതാരാ? എന്തൊക്കെയുണ്ട്? സുഖായിരിക്കുന്നു. സുഖാണ് കൗസല്യ? സുഖമായിട്ടിരിക്കുന്നു. അച്ഛാ സുഖാണോ അച്ഛാ? അതെ മോളെ. ഒരു കൈക്കുഞ്ഞായി എന്റെ കയ്യിൽ കിട്ടിയ വൈദേഹി ഇന്നൊരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നെന്നറിഞ്ഞപ്പോ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. ആ മോളെ, കുഞ്ഞിന് നല്ല നിറം കിട്ടാൻ വേണ്ടി കുങ്കുമപ്പൂ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ മോനെ, ഭാഗ്യം വീട് തേടി വന്നത്. നമുക്ക് വേണ്ട സാധനം അവളുടെ തന്ത തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും. വാങ്ങിച്ച മോളെ. അച്ഛന് സുഖമല്ലേ അച്ഛാ? അമ്മയും മുത്തശ്ശിയൊക്കെ സുഖമായിരിക്കും? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അമ്മയ്ക്കും മാധവനൊക്കെ സുഖല്ലേ? അവരെന്ത് പറയുന്നു? എല്ലാവരും നന്നായിരിക്കുന്നു. വർമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അത്? പറഞ്ഞോളൂ. ഇങ്ങോട്ട് വരുന്നവരെ ചോദിക്കാനുള്ള ധൈര്യം മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോ നിങ്ങൾ എന്റെ മകളെ രാജകുമാരിയെ പോലെ നോക്കുന്നത് കണ്ടപ്പോ ഇപ്പൊ ചോദിക്കാൻ തന്നെ മടിയാവുന്നു. ഇവിടെ ഉള്ളവരോട് എന്തെങ്കിലും പറയണമെങ്കിൽ നീ എന്തിനാ പേടിക്കുന്നേ? ഈ വീട്ടിലുള്ളവരൊക്കെ ഇന്ന് ഇത്രയും സന്തോഷിക്കുന്നെങ്കിൽ അത് നീ കാരണമാ. ഞങ്ങളുടെ കുഞ്ഞു വൈദേഹിയെ വളർത്തി വലുതാക്കി തിരികെ ഞങ്ങൾക്ക് തന്നെ തന്നത് നിങ്ങളല്ലേ? നിനക്ക് എന്തും ചോദിക്കാനുള്ള അവകാശമുണ്ട്. വൈദേഹി ഇവിടത്തെ കുഞ്ഞാണെന്ന് അറിഞ്ഞതിന് ശേഷവും എന്റെ മോളാണെന്ന് നിങ്ങൾ പറയുന്നത് തന്നെ എത്ര വലിയ കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാവും. ഒരച്ഛന്റെ സ്ഥാനത്ത് എന്റെ മോളെ എന്റെ വീട്ടിൽ കൊണ്ടുപോയി നോക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ അന്തപുരത്തിന്ന് ആ കുടിലേക്ക് എന്റെ മോളെ കൊണ്ടുപോകാൻ മനസ്സ് വരുന്നില്ല. എന്നാലും 3-ാം മാസം തികയുമ്പോ 3 ദിവസം അമ്മ വീട്ടിൽ ഉറങ്ങണമെന്നാ. ഞാൻ എന്റെ മോളെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ? നിങ്ങളൊക്കെ അനുവദിക്കുകയാണെങ്കിൽ. അയ്യോ, അതെന്തിനാ ചോദിക്കുന്നത്? അവള് നിങ്ങളുടെ മോളാ. അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും വീട്. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അവളെ കൊണ്ടുപോകാനുള്ള അവകാശമുണ്ട്. വൈദേഹി ഇന്നെന്റെ മരുമകളാണെന്നുള്ളത് ശരിയാ. വൈദേഹി ഇവിടുത്തെ അനന്തരവളാണ്. പക്ഷെ അവളെ വളർത്തി വലുതാക്കിയത് നിങ്ങളാണല്ലോ. നിങ്ങൾക്കുള്ള അവകാശം മറ്റാർക്കും ഉണ്ടായിരിക്കില്ല. വൈദേഹി നിങ്ങളുടെ മോള. എപ്പോ വേണമെങ്കിലും വിളിച്ചോണ്ട് പൊക്കോളൂ. എത്ര നാള് വേണമെങ്കിലും അവിടെ നിർത്തിക്കോളൂ. എന്തെങ്കിലും പറഞ്ഞ് ഈ പോക്കൊന്ന് വിലക്ക്. അവൾ അവളുടെ വീട്ടിലേക്ക് പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിക്ക്, എന്താ ചെയ്യേണ്ടതെന്നൊന്ന് ആലോചിക്കട്ടെ. അത്രയ്ക്ക് സമയമൊന്നുമില്ല. വേണ്ട, ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തോളാം. വല്യമ്മേ, എന്താ വല്യമ്മ ഇത്? വൈദേഹി എന്തിനാ ഇപ്പൊ അങ്ങോട്ടേക്ക് അയക്കുന്നത്? വല്യമ്മ മറന്നുപോയോ? നീ എന്താ ഉദ്ദേശിക്കുന്ന വരണേ? എന്റെ വല്യമ്മേ, ഇന്നലെയല്ലേ അമ്പലത്തിലേക്ക് അയച്ചപ്പോ അപകടം ഉണ്ടായെന്ന് പറഞ്ഞ് ഇനി എങ്ങോട്ടേക്കും അയക്കുന്നില്ല എന്ന് പറഞ്ഞത്? ഇപ്പൊ വീണ്ടും വൈദേഹി അയക്കാന്ന് പറഞ്ഞ വരുൺ, അവള് പോകുന്ന അവളുടെ വീട്ടിലേക്കാ. അവൾക്ക് അവിടെ ഒരു അപകടം ഉണ്ടാവില്ല. അതേ മോനെ, പാവങ്ങളാണ്. നിങ്ങളെപ്പോലെ നോക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷെ എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കാതെ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. അവൻ പറയുന്നൊന്നും കാര്യമാക്കണ്ട. മോളെയും മരുമോനെയും രാമൻ ആഗ്രഹിച്ച പോലെ തന്നെ 3 ദിവസം വീട്ടിൽ കൊണ്ട് നിർത്തിക്കോ. കൊണ്ടുപോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല ചെറിയച്ച. പക്ഷേ മോക്ക് കൊടുക്കാൻ കുങ്കുമപ്പൂവൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ? അപ്പൊ പിന്നെ ചെറിയച്ചൻ തന്നെ അവളെ കൊണ്ട് അത് കുടിപ്പിക്കണം. അതൊക്കെ ചെയ്യാം. ആഹാ, പൊള്ളി ഐഡിയ ആണല്ലോ. ഒടുക്കത്തെ ബുദ്ധിയായി ഇവൾക്ക്. ഊർമിള പറഞ്ഞത് ശരിയാ. അച്ഛന്റെ കൈകൊണ്ട് തന്നെ ആവട്ടെ ആദ്യമായിട്ട് അവൾക്ക് കുങ്കുമപ്പൂ കൊടുക്കുന്നത്. ആയിക്കോട്ടെ കൗസല്യേ. ചന്ദ്രലക്ഷ്മി, ചന്ദ്രലക്ഷ്മി, ദാ വരുന്നു തമ്പുരാട്ടി.
എന്താ തമ്പുരാട്ടി? വൈദേഹിയുടെ അച്ഛൻ കുങ്കുമപ്പൂ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പാലിലിട്ട് കൊണ്ടുവരൂ. ആയിക്കോട്ടെ തമ്പുരാട്ടി. വയറ്റിലുള്ളതെല്ലാം പുറത്തു വന്നോളൂ. ഡോക്ടറുടെ ചീട്ടില്ലാതെ ആർക്കും കൊടുക്കാറില്ല. കല്യാണം കഴിക്കാതെയാ ഗർഭിണിയായത്. ഒരു മിനിറ്റ് അവിടെ നിന്നേ. നിങ്ങളാരാ? ഇവരിവിടെ നമ്മുടെ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നതാ. ഇപ്പൊ ഇവിടെ നിൽക്കുന്നേ. അതുകൊണ്ടല്ല ചോദിച്ചേ. കുറച്ചു മുൻപ് നിങ്ങളല്ലേ കവലയിലെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അബോർഷന്റെ മരുന്ന് വാങ്ങിച്ചത്? ഇവൾ അബോർഷന്റെ മരുന്ന് വാങ്ങിച്ചെന്നോ? ഇവക്ക് അതുകൊണ്ട് എന്ത് കാര്യം? ഇവർക്കൊരു കൊച്ചുമോളുണ്ടത്രേ. കല്യാണത്തിന് മുൻപ് ഗർഭവതിയായി. അതുകൊണ്ട് കുഞ്ഞിനെ വളർത്താൻ പറ്റില്ലെന്ന് പറഞ്ഞ് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. അവള് പെട്ടു. ഓ, രാമൻ അവിടെ ഉള്ളതുപോലെ നോക്കാതെയാണ് ഇവള് പോയി മരുന്ന് വാങ്ങിച്ചത്. ഞാൻ ഈ കേട്ടത് സത്യമാണോ? നീ ആ മരുന്ന് വാങ്ങിച്ചോ? അയ്യോ ഇല്ല തമ്പുരാട്ടി. ഈ സാറ് ആരെയാ കണ്ടേന്ന് എനിക്കറിയില്ല തമ്പുരാട്ടി. അല്ല, അത് നീ തന്നെയായിരുന്നു.